ചിലപ്പോൾ നല്ല ഇബാദത്ത് ചെയ്യണമെന്ന ഉത്സാഹം, ചിലപ്പോൾ കുറേ ഖുർആൻ ഓതും, പിന്നെ പൂട്ടിച്ച് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. ഖൈറുൽ അഅമാലി അദ്വമുഹു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു. നിങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണത് എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോവുക. ഒരു പേജ് ഓതാതെ എന്നും ഓതുക. ഒരിക്കൽ 10 ജുസൊക്കെ ഓതും, പിന്നെ ആ വഴിക്ക് കിട്ടൂല. 6 മാസത്തിന് പിന്നെ ആളുണ്ടാവില്ല. അങ്ങനെ വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ല. കുറച്ച് കുറച്ച് എന്നും കൊണ്ട് നടക്കുക. പടച്ചവനെ, എൻ്റെ ഹൃദയം, ഞാൻ ഹൃദയം കൊണ്ട് ജീവിച്ചവനായിരുന്നു റബ്ബേ. പക്ഷേ ചിലപ്പോൾ നന്മയോട് സ്നേഹം തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും, അപ്പൊ ഒന്നും ഉണ്ടാവില്ല. ദിക്റും ചൊല്ലൂല, സ്വലാത്തുല്ല, റാത്തിബുല്ല, മൗലിദുല്ല, ഹദ്ദാദ് റാത്തി ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് നിൽക്കും. അപ്പോൾ വേറെന്തോ തിരക്കിലങ്ങ് പോകും. ഓൺലൈൻ ബിസിനസ്സിലാന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് പൊട്ടിപ്പാളീസായി തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങുക. അന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു, അവല് സൊഫിലുണ്ടായിരുന്ന ആളാ, പിന്നെ കുറേ കാലം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ലേ? റമളാനിലൊക്കെ ഭയങ്കരമായ മനസ്സിന് മാറ്റം വരും. പക്ഷെ ആ മാറ്റം കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ കഴിയില്ല. ആ പെരുന്നാളിന് വല്ല ഗാനം വിളിയുടെ അവിടെയും പോയി വാ വിളിച്ച് നിൽക്കും. 27-ന് പോയി നൊലവിളിച്ച് കരഞ്ഞു പോകുന്ന ആളായിരിക്കും. പിന്നെ അവൻ മറന്നിട്ടുണ്ടാവും ഞാൻ എന്നെ കരഞ്ഞത്. അവിടെ പോയി കയ്യും പൊട്ടിച്ചിരിച്ച് തിമിർത്താടി അങ്ങ് ബാത്തിലാക്കി പോരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതാണ് ഹൃദയത്തിൻ്റെ പെടക്കലിൽ ആ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി റബ്ബേ. ഹിജാബ് ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ അത് അഴിച്ചു വെക്കുന്നവരുണ്ട്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ട്. ഇത് ഹൃദയത്തിന്റെ ഒരു പെടയലാണ്. അതിനാണ് റബ്ബേ, എൻ്റെ ഹൃദയത്തിന്റെ പെടയലിൽ എനിക്കത് നഷ്ടമായി, എൻ്റെ ഹൃദയം. അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു തരണം.